അങ്ങനെ എല്ലാവരും ചെറുതായിട്ടൊന്ന് ടെൻഷനൊക്കെ അടിച്ചിരിക്കായിരുന്നു അല്ലേ? ചെറുതായിട്ടൊന്നും അല്ല, ഇവരൊക്കെ ഇന്നലെ ഇറങ്ങി പോകാൻ തുടങ്ങിയ ആൾക്കാരാണ്. മനുഷ്യനില്ലാതെ രണ്ട് ദിവസത്തെ എപ്പിസോഡ് കൺവിൻസ് ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. ആണല്ലേ? കാരണം എപ്പിസോഡ് നിർത്താൻ പറ്റില്ല. ഇതില് ഏറ്റവും കൂടുതൽ ഫോണിൽ വിളിച്ചത് ബാബു മാത്രമാണ്. ബാബു എവിടെ ഇരുന്നായിരുന്നു ഏറ്റവും കൂടുതൽ ഫോൺ വിളിച്ചോണ്ടിരുന്നത്? ഞാൻ വരോ വരില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് പകരം വേറെ ആളെ വെക്കാൻ ശ്രമം നടത്തി. അങ്ങനൊന്നും നടന്നില്ല. ഇല്ല. പിന്നെ മണിമേളം പിന്നെ എന്ത് വിളക്കാനാ? സമ്മതിക്കൂല? ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്തായാലും ഇനിയുള്ള കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കുള്ള ഡിസിഷൻ മണിച്ചേട്ടൻ പറയും. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഷോയിൽ ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളതും മണിച്ചേട്ടനിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷെ അതിനൊക്കെ മുമ്പ് ഈ 2 ദിവസത്തെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പാട്ടുകളൊന്നും തന്നെ കേട്ടില്ല. മണിച്ചേട്ടനെ ടോട്ടലി മിസ് ചെയ്തു. അതുകൊണ്ട് ഈ എപ്പിസോഡിന് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട്, അത് കഴിഞ്ഞിട്ട് എന്തേ ഉള്ളൂ ഡിസ്കഷൻ. പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ടി അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ടി അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ടി അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ നെഞ്ചത്തടിച്ചു കരയല്ല പെണ്ണെ നെഞ്ചത്തടിച്ചു നിനങ്ങല്ല പെണ്ണെ നെഞ്ചത്തടിച്ചു കരഞ്ഞാല പൊന്നെ വേദനയെല്ലാം എനിക്കാണ് പെണ്ണെ. പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ടി അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ ഇക്കൊല്ലം നമ്മള് തോറ്റം കളിച്ചില്ല. തോറ്റം കളിപ്പട്ട് തൊപ്പനമായി അത് പിറന്നലതാവില്ല പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ടി അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ ഇക്കൊല്ലം നമ്മള് തോറ്റം കളിച്ചില്ല. തോറ്റം കളിപ്പാട്ട് തൊപ്പനമായി ആണ്ടു പിറന്നാലതാവില്ല പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പെണ്ണെ അച്ഛനെ കാണാം. പൂവാടി പൂവാടി പെണ്ണെ പൂവാടി ഇപ്പോഴാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഒറ്റ ടീമിന് നല്ല മാർക്ക് കിട്ടിയിട്ടില്ല. അതെനിക്കറിയില്ല. എല്ലാരും ഭയങ്കര ഗെയിമിംഗ് ആയിരുന്നു. ആരൊക്കെയായിരുന്നു? ഞാൻ ഇല്ലാത്തോണ്ടാ? ഇവരൊക്കെ തന്നെ ആയിരുന്നു. മൂടുണ്ടായില്ല. ഇന്ന് നമുക്ക് മൂടാക്കാലോ. മൂടും ഇല്ലായിരുന്നു, ക്യൂകൾ ഒട്ടും ഇല്ലായിരുന്നു. ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം. പിന്നെ എനിക്ക് വീട്ടിൽ പോകുമ്പോ ഈ കമ്മല് തരണേ. എന്തിനത്? കറി വെക്കാനുള്ള ഒരു പാത്രമായിട്ടേ. കാരണം അത്രയും വലുപ്പുണ്ടേ, അതുകൊണ്ടാ. അല്ലേ? സത്യല്ലേ? മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. ഇതൊക്കെയായിരുന്നു 2 ദിവസം. എനിക്ക് എന്ത് സമാധാനമായിരുന്നു ഇതൊക്കെ മാറ്റി വെച്ചിട്ട്. കണ്ട, എന്നാ ഞാൻ പിന്നെയും പോവാൻ പോവാ. കവിത കുഞ്ഞേ, എന്തോ? അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫോർമാറ്റ് അതൊന്ന് കറക്റ്റ് ആയിട്ട് ഇവർക്കെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. കാരണം ഇതിന്റെ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. മൺചേട്ടൻ 6 ടീമുകൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതിനോട് റിയാക്ട് ചെയ്തു. നമ്മളിരുന്ന് ചിന്തിച്ചു, മൺചേട്ടനുമായിട്ട് ചാനൽ ഡിസ്കസ് ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് 6 ടീമുകളെ, അതായത് 6 12 പേരെ പുറത്താക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ മൺചേട്ടന് സങ്കടമായി. പിന്നെ അതിനൊരു ജെന്യൂനിറ്റി തോന്നിയില്ല നിങ്ങൾക്കാർക്കും, വിഷമമായി. പക്ഷേ കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, മൺചേട്ടാ ഇവരുടെ 2 റൗണ്ട് കൂടെ കഴിയുമ്പോൾ സെക്കൻഡ് സ്റ്റേജിലെ
റൗണ്ട്സും കഴിയും ഇല്ലേ? ഇന്ന് മുതൽ അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റേജാണ് ആരംഭിക്കേണ്ടത്. തേർഡ് സ്റ്റേജിൽ 3 പ്രധാന മാറ്റങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഈ സ്റ്റേജ് മുതൽ ഓരോ എപ്പിസോഡിലെയും ടോപ്പ് സ്കോറിംഗ് ടീമിന് ഒണീക്സ് ഇലക്ട്രോണിക്സ് നൽകുന്ന 5,000 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസ്. കോളടിച്ചു അല്ലേ? അത് നിങ്ങളെടുത്ത് ഇപ്പോഴേ തന്നെ പറയാൻ കാരണം കുറച്ചുകൂടെ ആത്മാർത്ഥതയിൽ കുറച്ചുകൂടെ സ്പിരിറ്റോടെ ഓരോ എപ്പിസോഡിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണ്. അതവർ എന്തായാലും ഈ ക്യാഷ് പറഞ്ഞ കാരണം കുറച്ചും കൂടി ഒന്ന് എനർജറ്റിക് ആവും. കറക്റ്റ് തന്നെയാണ് അല്ലേ? ശരിയല്ലേ? പിന്നെ അതെ. ഇനി ആദ്യമേ നിങ്ങൾക്ക് ഞാൻ നല്ല വാർത്ത പറഞ്ഞത്, അടുത്തത് എൻ്റെ കയ്യിൽ കുറച്ചുകൂടെ ദുഃഖമുള്ള കാര്യമാണ് ഇവരെ സംബന്ധിച്ചോളം. ഇനി മുതൽ ഈ സ്റ്റേജ് മുതൽ കണ്ടസ്റ്റൻസിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് വിലയിരുത്തുന്നുണ്ട്. നിങ്ങൾ ടീമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, പക്ഷേ ഇത്രയും നാൾ നിങ്ങളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇവിടെ അളന്നിട്ടില്ല. ആസ് എ സിംഗർ നിങ്ങളെ എല്ലാവരും സഹായിച്ച് പാടിയിട്ടാണ് നിങ്ങളെല്ലാവരും പാടിക്കൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരായിട്ട് പാടുന്ന പാട്ടുകളുടെ ഇത് നമ്മൾ വിലയിരുത്തിയിട്ടാണ് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര. അതെ, സ്വന്തമായിട്ട് പാടണം, രണ്ടുപേരും ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങളെ രണ്ടുപേരെയും അളക്കുന്നുണ്ട്. ഓക്കെ, അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 കാർഡ്സ്, ഗ്രീൻ, യെല്ലോ, റെഡ്. പച്ച എന്ന് പറയുന്നത് നല്ല പെർഫോമൻസിനാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു പന്ത് കളിയുടെ ഒരു പാറ്റേൺ ആണ്. പച്ച എന്ന് പറയുന്നത് നല്ല പെർഫോമൻസ്. അതെ, മഞ്ഞ കാർഡ് എന്ന് പറയുന്നത് ബാഡ് പെർഫോമൻസ് ആണ്. റെഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഏറ്റവും മോശം പെർഫോമൻസ്. ഇനി ഈ 3 കാർഡ്സ് തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ടസ്റ്റൻസിന്, ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഒരു കണ്ടസ്റ്റൻറ്റിന് ഒരു തവണ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ അപ്പം തന്നെ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാണ്, സ്ട്രെയിറ്റ് അവേ. പിന്നെ നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാൻ, കാരണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ ഈ ഗെയിമിൽ നിൽക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? ഒരു തവണ റെഡ് കിട്ടിയാൽ അപ്പോൾ തന്നെ ഔട്ടാണ്, വേറെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. രണ്ടാമത്തേത്, 3 തവണ യെല്ലോ കിട്ടിയാൽ അത് റെഡാണ്. 3 തവണ മോശം പെർഫോമൻസുകൾ തന്നാൽ അത് റെഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, അപ്പോൾ നിങ്ങൾ എലിമിനേറ്റഡ് ആവും. 3 തവണ ഗ്രീൻ കിട്ടിയാൽ നിങ്ങൾക്ക് സേഫാണ്, ഒന്നും ചോദിക്കാനില്ല. ഇനി 3 ഗ്രീൻ കാർഡും 3 യെല്ലോ കാർഡും കിട്ടിയെന്നിരിക്കട്ടെ. ഓരോ എപ്പിസോഡിലും കാര്യം പറയുന്നത്, 6 എപ്പിസോഡിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂ. 6 എപ്പിസോഡിൽ നിങ്ങൾക്ക് 3 പച്ച കാർഡും കിട്ടി, 3 മഞ്ഞ കാർഡും കിട്ടി. നിങ്ങൾക്ക് ഈ ഷോയിൽ തുടരാം, അത് ബാലൻസിങ് ആവും. മനുഷ്യട്ടൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ളത് മാക്സിമം ചെയ്തു കഴിഞ്ഞു. ഇനി എനിക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറയരുത്. നമ്മളെ കൊണ്ടാകാവുന്നതൊക്കെ നമ്മൾ മാക്സിമം ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയൊക്കെ നിങ്ങൾ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും പാട്ടുകാരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് ഇവിടെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഈ ഷോ തുടങ്ങിയപ്പോൾ മുതൽ അന്താക്ഷരി ആവട്ടെ, വേറെ ഏത് ഗെയിമും ആയിക്കോട്ടെ, മണിച്ചേട്ടൻ പാടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ പാടാറുണ്ട്, അല്ലാതെ നിങ്ങൾ അന്താക്ഷരി 4 വരി പല്ലവി പാടാറുണ്ട്. അങ്ങനെ ചെറിയ രീതിയിലാണ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. അത് തന്നെ നിങ്ങളെ കുറച്ചും കൂടെ നിങ്ങൾക്ക് അവസരം തരികയാണ്. ഇൻഡിവിജ്വൽ പെർഫോമൻസ് നിങ്ങൾക്ക് സോളോ പാടാൻ കിട്ടും, നിങ്ങൾക്ക് ഡ്യുവറ്റും പാടാൻ കിട്ടും. അങ്ങനെ ഒരു റൗണ്ട് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ആസ് എ സിംഗേഴ്സ് നിങ്ങൾക്ക് ഇവിടെ പ്രൂവ് ചെയ്യാം, അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്കും കിട്ടും. മാർക്ക് ഇടുന്നത് തേജേട്ടനും മനുഷ്യേട്ടനുമാണ് ചേർന്ന് മാർക്ക് ഇടുന്നതാണ്. സോ ഞാൻ തേജേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ മാർക്ക് ഇടുള്ളൂ. എന്നേക്കാൾ കൂടുതൽ മ്യൂസിക്കായിട്ട് ബന്ധമുള്ള ഒരാളാണ്, അതുകൊണ്ട് അപ്പോൾ തേജേട്ടൻ പറഞ്ഞിട്ട് ഞാൻ മാർക്ക് ഇട്ട് തരും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഡ്യുവറ്റ് പെർഫോമൻസിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും എലിമിനേഷൻ പോവുക. അതിൻ്റെ കൂടെ മാർക്ക് വളരെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റേജാണ്, കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം 5000 രൂപയുടെ ക്യാഷ് പ്രൈസ് നമ്മൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ബൾബ് കത്തിയ മാതിരിക്കുന്നുണ്ടല്ലോ. എനിവേ, നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് പേടിക്കേണ്ട, ഈ 3 ടീമുകളും പേടിക്കേണ്ട. സെക്കൻഡ് സ്റ്റേജിലെ ലാസ്റ്റ് പെർഫോമൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുന്നതാണ്. റെഡിയാണോ നിങ്ങൾ? അപ്പോൾ ഓക്കെ, നല്ലൊരു കൈയടി എല്ലാവരും കൂടി നടിച്ചേ. റെഡി? സെക്കൻഡ് സ്റ്റേജിലെ ലാസ്റ്റ് 2 റൗണ്ടുകൾ. എന്താ റൗണ്ടിൻ്റെ പേര്? നമ്മൾ അന്ന് എടുക്കാതെ പോയത് RJ റൗണ്ടും ഫോർച്യൂൺ വീലും.
ഫോർച്യൂൺ വീലല്ല, വീൽ റൗണ്ട്. ഫോർച്യൂൺ വീൽ പോയി ഫസ്റ്റ് സ്റ്റേജിൽ. അപ്പം അടുത്തത് മണിമേളം RJ റൗണ്ട്. ബസർ റൗണ്ടാണ്. ഒന്നുകൂടി പറയാം. ഒരു പാട്ടിലേക്കുള്ള നിർദ്ദേശങ്ങൾ 2 RJs ഡിങ്കനും ഡിങ്കിയും ഒരു സംഭാഷണത്തിലൂടെ നിങ്ങളിലേക്ക് തരും. എപ്പോഴാണ് നിങ്ങൾക്ക് പാട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ബസറമർത്ത കൃത്യമായിട്ട് പാടുക. -10. അപ്പോൾ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ ആകാശവാണി, ഞാൻ ജോണി. എന്തായാലും റെഡി, ഓക്കെ. ആദ്യത്തെ സംഭാഷണ ശകലം. ഞാനൊരു തമാശ പറയട്ടെ ഡിങ്ക? വേണ്ട പ്ലീസ്. വേണ്ടെന്ന്. ഡിങ്ക ആങ്കി പറ. അതെ, ഒരു കുളത്തില് 4 ഉറുമ്പുകൾ കുളിക്കുകയായിരുന്നു. അപ്പോഴൊരു ആന വന്ന് കുളം കലക്കി. അയ്യോ. ഉറുമ്പുകൾ ഓടി കരയ്ക്ക് കയറി. പക്ഷെ ഒരു ഉറുമ്പ് മാത്രം ആനയുടെ തലയിലായി പോയി. അപ്പോ കരയ്ക്ക് നിന്ന് ഉറുമ്പുകളൊക്കെ ആനയുടെ തലയിലുള്ള ഉറുമ്പിനോട് എന്താ പറഞ്ഞെന്നറിയാമോ? ഇല്ല, എന്തു പറഞ്ഞു? മുക്കി കൊല്ലടാവനേന്ന്. മതിയോ? നീ പോടാ ഡിങ്ക. ഡിങ്കി, കുളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. എന്താന്നല്ലേ, ഇപ്പോ കുളത്തിലൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം സ്ഥലങ്ങളുണ്ട് കുളിക്കാൻ. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ഡിങ്ക. അല്ലെന്നേ, ലാലേട്ടനും ഭാനുപ്രയും ഒരു കുളത്തിൽ കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നീലാംബരി, സംശയമുണ്ടോ മോനെ? ഇല്ല. മാനം നോക്കി ഏതാണ്? പൊയ്കയിൽ. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം, കാറ്റിൻ തൈലഗന്ധം നീത്തി പൊന്നു ചന്തം, പൊയ്കയിൽ കുളിപ്പൊയ്കയിൽ പൊൻവിൽ നീരാടും നേരം. ഗുഡ്, വെരി ഗുഡ്. അപ്പം അങ്ങനെയൊക്കെ പാടാൻ അറിയും അല്ലേ? നിനക്ക് അങ്ങനെ തന്നെ വേണം. താങ്ക് യു. ഓക്കെ, അപ്പം നമുക്ക് 10 points ഉണ്ട് അവർക്ക്. സൂപ്പർ. അടുത്ത ഡിങ്കനും ഡിങ്കി. ഡിങ്കി, എന്തോ ഈ കാശുള്ളവർ എന്തൊക്കെയാണല്ലേ കാണിക്കണത്? എന്ത് കാണിച്ചു ഡിങ്ക? കോട്ടും സോട്ടും വണ്ടിയും കൂളിംഗ് ഗ്ലാസ് ഒക്കെ മേടിക്കുന്നതിന് പുറമെ ഒരു കോടീശ്വരൻ ഗർഭപാത്രം കൂടി വാടക എടുത്തിരിക്കത്തോ? ഗർഭപാത്രോ? അതൊക്കെ എന്തിനാ വാടകയ്ക്ക് എടുക്കുന്നേ? ഈ കോടീശ്വരന് വേറെ പണിയൊന്നുമില്ലേ? അതല്ല, എന്ത് പെട്ടെന്ന് അത് കഴിയുന്നതിന് മുമ്പ് തന്നെ രാജഹംസം ബ്രസർ അമർത്തി. ഏതാണ്? 10 points അവർ റിസ്ക് എടുക്കാൻ പോവാണ്. മന്ദാര ചെപ്പുണ്ടോ? കറക്റ്റ്. അടിപൊളി, കറക്റ്റ്, പക്കാ. പാടിക്കോളൂ. മന്ദാര ചെപ്പുണ്ടോ മാണിക്ക കൈലുണ്ടോ കലക്കി. അടിപൊളി. 10 points. അങ്ങനെ 10 മാർക്ക് അടിച്ചു മാറ്റി. അത് തന്നെ. ഇനിയുണ്ട്. അപ്പൊ ഈണം വേഗം വേണം. ഓക്കെ, കേൾക്കാം. റെഡി, സ്റ്റാർട്ട്. ഡിങ്കി, എന്തോ? ഈ മരിച്ചവരെ കുറിച്ച് ഓർക്കാൻ നിർത്ത്. നിന്റെ മനസ്സിലെന്താ പറയണേ? അത് പിന്നെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത കുറെ മൊമെന്റ്സും അവരുടെ ഓർമ്മകളും ഒക്കെ വരും. എന്താ ഡിങ്ക നീ ചോദിക്കാൻ കാരണം? എന്താണെന്നറിയോ, എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടേ, പുള്ളിക്കാരൻ മരിച്ചുപോയ ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോഴേ പാട്ടാണ് വരുന്നതെന്ന്. പാട്ടോ?
ഇയാളെന്താ ഗായകനാ? ഗായകനല്ല, നർത്തകനാ. അതിലും രസം എന്താണെന്നറിയോ, ഇയാൾ പാട്ട് പാടുമ്പോൾ ഇയാളുടെ മരിച്ചുപോയ ഭാര്യ വന്ന് നൃത്തം ചെയ്യുകയും ചെയ്യും. ഓഹോ, നീലാംബരി. കിട്ടിപ്പോയി. സായന്തനം. Correct. Wow. Good. നിങ്ങളൊക്കെ സൂപ്പർ ആണല്ലോ. എന്നാ ആയിക്കോളൂ. സായന്തനം ചന്ദ്രിക ദൂരമാ നാലമ്പലം നലവിളം സൂര്യമാ മലയോര ചാർത്തി നന്നായി പാടി. താങ്ക് യു. വെരി ഗുഡ്. ഒരു 10 മാർക്ക് കൂടെ. ഇനി 2 അവസരം കൂടിയുണ്ട്. എന്താണ് ആസിഫ്? അപ്പോ വേണ്ടേ? അതെ, പോരട്ടെ, അങ്ങോട്ട് പോരട്ടെ. റെഡി? 4th ഓഡിയോ. ഡിങ്ക, നീ നടക്കുമ്പോ എന്താ ഒരു കീ കീ ശബ്ദം? ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചേ. അതോ, അതെന്റെ ഷൂസിന്റെ ഡിങ്കി. ഞാൻ ചോദിച്ചു വാങ്ങിയതാ. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? പിന്നെ വളരെ നന്നായിട്ടുണ്ട്. എനിക്കിങ്ങനെ താളാത്മകമായിട്ട് നടക്കാൻ ഇഷ്ടം. യുനോ, ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക്. പിന്നെ 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 വലിയ കലാകാരൻ കുഞ്ഞി പിള്ളേരുടെ നടക്കുമ്പോൾ കരയുന്ന ഷൂസ് ഇട്ടുകൊണ്ട് ഇറങ്ങിയേക്കുക. എന്നാ പിന്നെ കുറച്ച് കളിപ്പാട്ടം കൂടി വാങ്ങി അങ്ങ് തലയിൽ വെച്ചോ. കളിപ്പാട്ടമോ? കളിപ്പാട്ടം. ആ, സത്യമാണോ? ശരിക്കാണോ പ്രസ് ചെയ്തത്? സത്യം? ഏതാണ് പാട്ട്? നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഓക്കെ, പാടിക്കോളൂ. വെരി ഗുഡ്, അടിപൊളി രാജകംസം. ഒരു അവസരം കൂടിയുണ്ട്. സ്കോർ ചെയ്യാൻ നോക്കൂ മക്കളെ. റെഡി? ലാസ്റ്റ് കളയരുത്. ഓക്കെ, ഫൈനൽ ഓഡിയോ. റെഡി, സ്റ്റാർട്ട്. എന്ത് പറ്റി ഡിങ്ക? നീ എന്തിനാ കരയുന്നേ? പ്രേമിച്ച് പണിട്ടിട്ട് പോയാ പിന്നെ എന്ത് ചെയ്യും? അയ്യേ, അതിന് കരയേണ്ട കാര്യമുണ്ടോ ഡിങ്ക? നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ. നീ ഓടി. പ്രേമിച്ച് ചെറുക്കനല്ലാതെ വേറൊരുത്തന്നെ കെട്ടേണ്ട അവസ്ഥ നിനക്ക് വന്നാ നീ പിന്നെ എന്ത് ചെയ്യണ്ടെങ്കി? പോട്ടെ 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 ഡിങ്കി, പോട്ടെ, സാരമില്ല. ഇത്രയൊക്കെ കരയേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. ആ കെട്ടുന്ന ചെറുക്കന് ഭ്രാന്തും കൂടി ആണെങ്കിലോ? വീണപ്പൂ എന്ന സിനിമയിൽ ഏതാണ്ട് ഇതേ സിറ്റുവേഷൻ. ടീം രാജഹംസം. വെരി ഗുഡ്. അത് കലക്കിട്ടാ. പറയൂ ജഗു. നഷ്ടസ്വർഗങ്ങളെ. കറക്റ്റ്. അടിപൊളി, വെരി ഗുഡ്. പാടിക്കോളൂ. നഷ്ടസ്വർഗങ്ങളിൽ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി. തത്തനിശ്വാസങ്ങൾ ചാമരം വീശും ഭഗ്നസിംഹാസനം നൽകി. നഷ്ടസ്വർഗങ്ങളെ. അപ്പോൾ ഈ ഒരു റൗണ്ട് കഴിഞ്ഞു. ചടപടപടയെന്ന് അപ്പം അങ്ങനെ മാർക്ക് കൊടുക്കാം.
ടീം ഈണം എന്തോ എങ്ങനെ പറയണ്ടെന്നാ? വേണ്ട, ശരി. ഒന്ന് ചിരിച്ചേൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചേൻ. സ്കോർ ചെയ്തില്ല. ടീം രാജഹംസം 30 points. ടീം നീലാമരി 20. വെരി ഗുഡ്.